നമസ്കാരം ഗൈസ്. അപ്പം എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IQ-Z9 അല്ലെങ്കിൽ IQ-Z9 എന്നാണ് പറയാറുള്ളത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചത് സെഡ് എന്നാണ്. സോ IQ-Z9 5Gയുടെ ഫുൾ സ്പെസിഫിക്കേഷൻ റിവ്യൂ ആണ്. ഫുള്ളിരുന്ന് കാണുക, എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു വാല്യൂ ഫോർ മണി ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നല്ല സ്മാർട്ട് ഫോണാണ്. പക്ഷേ ചില എക്സെപ്ഷണൽ കാര്യങ്ങൾ പറയാനുണ്ട്. സോ വീഡിയോ അവസാനം വരുന്നത് കാണുക. ഫസ്റ്റ് തന്നെ പറയട്ടെ, ബോക്സിൻ്റെ അത് ചാർജർ വരുന്നുണ്ട്, 44 വാട്ട്സിൻ്റെയാണ്. TPU കേസ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട്, അതായത് ഗാർഡെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വരുന്നുണ്ട്. അത് പീൽ ഓഫ് ചെയ്തിട്ട് വേറൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ ശ്രമിക്കുക. ഫ്ലാറ്റ് സ്ക്രീനാണ്, സോ സ്ക്രീൻ ഗാർഡ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു A to C കേബിളും വരുന്നുണ്ട്. 8GB 128GB പ്രൈസാണ് 19,999 രൂപ അല്ലെങ്കിൽ 20,000 രൂപ. 8GB 256GB വിലയാണ് 21,999 രൂപ. എന്നെങ്കിൽ ചില സെലക്റ്റഡ് കാർഡ്സിൽ 2,000 രൂപ ഓഫ് ഉണ്ട്. സോ നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രൈസ് 18,000 രൂപയ്ക്ക് 8,128ഉം 20,000 രൂപയ്ക്ക് 8,256ഉം കിട്ടും. ബേസ് വേരിയൻറ്റ് 128 ആണ്. എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 256 എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 128 മതിയായി എന്ന് വരില്ല. എക്സാമ്പിൾ മീ, സാധാരണ യൂസറായ എനിക്ക് പോലും 128 മതിയാവുന്നില്ല. സോ 2 കളർ വേരിയൻസിലാണ് വരുന്നത്. ബ്ലൂവും വരുന്നുണ്ട്, ഗ്രീനും വരുന്നുണ്ട്. രണ്ടും നിങ്ങൾക്ക് മാറ്റ് ഫിനിഷിലാണ് കിട്ടുന്നത്. ആ ഡിസൈൻ വലിയ കുഴപ്പമില്ലായിട്ട് എനിക്ക് തോന്നി. ഒരു നോർമൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ. ബാക്കും പ്ലാസ്റ്റിക് ആണ്, ഫ്രെയിംസും പ്ലാസ്റ്റിക് ആണ്. 2 കളേഴ്സും മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. 188 ഗ്രാം വെയിറ്റും 7.83 mm തിക്നെസ് മാത്രമാണ്. സോ ഹാൻഡിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബോക്സി ഡിസൈൻ ആണ് വരുന്നത്. ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത ഇൻ ഹാൻഡ് ഫീലൊക്കെ എന്തായാലും കാണും. പിന്നെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം കാർഡ് ഇടാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇടാം. 3.5mm ഓഡിയോ ജാക്ക് നിങ്ങൾക്ക് വരുന്നില്ല. ആൻഡ് IR ബ്ലാസ്റ്ററും വരുന്നില്ല. IP54ൻ്റെ വാട്ടർ റേറ്റിംഗ് ആണ് വരുന്നത്. സോ ചെറിയ മഴത്തുള്ളികളൊന്നും വീണ വലിയ കുഴപ്പമുണ്ടാവില്ല. വെള്ളത്തിൽ പിടിച്ച് മുക്കിയാൽ ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർന്നത്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. ഇനി നമ്മൾ ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD+ AMOLED സ്ക്രീനാണ് വരുന്നത്. ഫ്ലാറ്റ് പാനലാണ്, 8 ബിറ്റിൻ്റെ നോർമൽ പാനലാണ്. 91% പുറത്ത് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. കാണാൻ വലിയ കുഴപ്പമില്ല. കാരണം പണ്ട് പഞ്ച് ഹോളാണ്, ഇപ്പോൾ പഞ്ച് ഹോളാണ് തരുന്നത്. പണ്ട് വാട്ടർ ഡ്രോപ്പ് നോച്ചായിരുന്നു തന്നുകൊണ്ടിരുന്നത്. സോ അതൊരു അപ്ഗ്രേഡ് ആയിട്ട് നല്ലൊരു രീതി കൊണ്ടുവന്നിട്ടുണ്ട്. താടി ഉണ്ട്, അതായത് ചിന്ന് അത്യാവശ്യമുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല രസമുണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, പിന്നെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്, അതായത് ഗെയിമിങ്ങിൻ്റെ സമയത്തുള്ളത് നിങ്ങൾക്ക് 1200 ഹെർട്സിൻ്റെയാണ്. ആൻഡ് HDR 10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. വൈഡ് L1ൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ HDR ഉണ്ട്, യൂട്യൂബിൽ HDR ഉണ്ട്. 1800 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ്. 1% സ്ക്രീനിൽ മാത്രമുള്ളതാണ് പീക്ക് ബ്രൈറ്റ്നസ് HDR കണ്ടന്റിൻ്റെ സമയത്ത്. അല്ലാത്ത പക്ഷം നല്ല ബ്രൈറ്റ്നസ് തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. SGS ഐ കെയറിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രാഗൺ ട്രെയിൽ DT Star 2 എന്ന് പറയുന്ന ഒരു ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഏകദേശം ഈക്വലൻ ടു ഗൊറില്ല ഗ്ലാസ് 3 5 ഇടയിൽ വരുന്നതാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, 4D വൈബ്രേഷൻ മോട്ടറും. അപ്പോൾ ചെറിയ നല്ല രീതിയിലുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും, കാരണം അവരങ്ങനെ പറയുന്നുണ്ട്. സോ ഗെയിമിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് വരുന്നില്ല. പിന്നെ സ്പീക്കേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു സ്പീക്കറാണ്. സോ ഓൾറൗണ്ട് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ സ്പെസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ Dimensity 7200 5G എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയതാണ്. സെയിം ചിപ്സെറ്റ് നമ്മൾ നത്തിങ് ഫോൺ 2Aയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. LPDDR4X, UFS 2.2 എനിക്ക് മനസ്സിലായില്ല. LPDDR5ഉം UFS 3.1ഉം കൊടുക്കേണ്ടതായിരുന്നു. 4Xും 2.2 ആണ് കൊടുത്തത്. കാരണം IQ-Z5 അല്ലെങ്കിൽ Z5 അവർ ഭയങ്കര തള്ളി മറിച്ചുകൊണ്ട് LPDDR5 UFS 3.1 കൊണ്ടുവന്നിരുന്നു. ഇവിടെ എത്തിയപ്പോൾ LPDDR4Xും UFS 2.2 പ്രൈസ് വ്യത്യാസമുണ്ട്. അന്ന് അതിന് 25,000 അന്നുണ്ട്. 2 കൊല്ലം മുന്നേ അതിന് 25,000 ഉണ്ട്, ഇപ്പോൾ ഇതിന് 20,000 ഉള്ളൂ. സോ നമുക്ക് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷേ നല്ല പെർഫോമിംഗ് ചിപ്സെറ്റാണ്. 7,20,000 പുറത്ത് 52 സ്കോർ വരുന്നുണ്ട്. 60 FPS ഗെയിമിംഗ്, BGMI, COD ആ പരിപാടികളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. ഇനി ജെൻഷൻ ഇമ്പാക്ട് കളിച്ച് നോക്കിയ സമയത്ത് ഏകദേശം 37 FPS 40 FPSൻ്റെ ഇടയിലാണ് ആവറേജ് FPS കിട്ടുന്നത്. 60 FPSൽ കളിച്ച സമയത്താണ്. പിന്നെ ജെൻഷൻ ഇമ്പാക്ട് നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഭയങ്കര ഹൈ ലെവൽ ഗെയിമാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് കിളി കത്തിപ്പോയി. കാരണം 30 GB അങ്ങനെ എന്തോ ഉണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഞാൻ കളിച്ചിട്ടുമില്ല പേഴ്സണലി. ആൻഡ് 5000 പറയുന്നതിന് മുന്നേ ത്രോട്ട്ലിംഗ് ടെസ്റ്റ്, അതാണ് എനിക്ക് ഈ കണ്ണ് കള്ളി കൊണ്ടുപോയത്. അതായത് 30 മിനിറ്റിൻ്റെ ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ CPU ത്രോട്ടിലായിട്ടില്ല. ദാറ്റ്സ് ഗ്രേറ്റ്. CPU ത്രോട്ടിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 5000 mAh ബാറ്ററി, 50% നിങ്ങൾക്ക് 30 മിനിറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം ചാർജ് ചെയ്യാൻ പറ്റും. വിത്ത് 44 വാട്ടിൻ്റെ ബോക്സിൽ കിട്ടുന്ന അതേ ചാർജർ, അതെന്നെ സപ്പോർട്ടും. ഇനി
മറ്റ് സെൻസറും കണക്ടിവിറ്റി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IR ബ്ലാസ്റ്റർ വരുന്നില്ല, മറ്റ് സെൻസേഴ്സൊക്കെ വരുന്നുണ്ട്. 8 5G ബാൻഡ്സ്, ഡ്യുവൽ 4Gയും ഡ്യുവൽ 5Gയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈ വേർഷൻ 6, ബ്ലൂടൂത്ത് വേർഷൻ 5.3, NFC-യുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ നോട്ടിഫിക്കേഷൻ ലൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ വരുന്നില്ല. ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ FunTouchOS 14 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14, ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 14 നല്ല കാര്യം. 2 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, ആൻഡ്രോയിഡ് 16 വരെ സോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ആഡ്സ്, ബ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലോട്ട്വെയർ വരുന്നുണ്ട്, തേർഡ് പാർട്ടി ആപ്സ് വരുന്നുണ്ട്. ആഡ്സിൻ്റെ കുറച്ച് ശല്യമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരത്രയും അഗ്രസീവ്ലി പ്രൈസ് ചെയ്തത് കൊണ്ട് അവർക്കത് വെക്കേണ്ടി വരുന്നതാണെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്നില്ല. അതൊക്കെ എടുത്ത് കളയാൻ പറ്റുന്ന സാധനമുള്ളൂ. 5 മിനിറ്റിൻ്റെ പരിപാടി, നമുക്ക് പൈസയും കുറഞ്ഞു കിട്ടും, വലിയ ബുദ്ധിമുട്ടുമില്ല. 5 മിനിറ്റ് കൊണ്ട് ബ്ലോട്ട്വെയറും പരിപാടികളൊക്കെ കളയാൻ പറ്റും. ഇനി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സ്പീക്കറിൽ വിളിച്ച് പറയാതെ നമുക്ക് കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ മോഷൻ കൺട്രോൾ വരുന്നുണ്ട്, അതൊക്കെ ഗെയിമിങ്ങിൻ്റെ ഓരോ ഫീച്ചറുകളാണ്. പിന്നെ സൈഡ് ബാർ, സ്മാർട്ട് സൈഡ് ബാർ വരുന്നുണ്ട്. ആപ്പ് റീറ്റൈനർ, അതായത് മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയേണ്ട. അത്യാവശ്യം മറ്റ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ചെറിയ ജലദോഷമുണ്ട്, സോ അതിൻ്റെ ഒരു പ്രശ്നം എൻ്റെ സൗണ്ടിലും സ്വഭാവത്തിലും ചിലപ്പോൾ കണ്ടേക്കാം. സോറി ഫോർ ദാറ്റ്. ഇനി ലാസ്റ്റ് ക്യാമറയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ സോണി IMX882 വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ട്. ഗംഭീര ക്യാമറയാണ്. പ്രൈമറി ക്യാമറ, അൾട്രാ വൈഡ് വരുന്നില്ല. 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ഇല്ല. ബൊക്കെയാണ്, അതായത് ഡെപ്ത് സെൻസറാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സിംഗിൾ ക്യാമറ കൊടുത്താൽ ഇതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. ഒരു ഡെപ്ത് സെൻസർ കൂടി കൊടുത്തിട്ടുണ്ട്, അൾട്രാ വൈഡ് ഇല്ല. ഇനി സിംഗിൾ ക്യാമറയാണ് തത്വത്തിൽ. സിംഗിൾ ക്യാമറ നോക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോസാണ്, അത്യാവശ്യം നല്ല രീതിയിൽ നൈറ്റ്സും എടുക്കുന്നുണ്ട്. നൈറ്റ് ഫോട്ടോഗ്രാഫിയും വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ട്. 4K 30 FPS നിങ്ങൾക്ക് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ആൻഡ് അതിൽ നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. സെൽഫി നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഡീസൻറ്റ് സെൽഫി ക്യാമറ സാധാരണ കിട്ടുന്ന 1080p at 30 FPS മാത്രമേ നിങ്ങൾക്ക് സെൽഫി വീഡിയോ റെസൊല്യൂഷൻ മാക്സിമം കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് സെൽഫീൻ്റെ കാര്യങ്ങൾ. ഇനി 2x പോർട്രേറ്റ്, സ്ലോ മോഷൻ, പിന്നെ നമ്മുടെ ഡ്യുവൽ വ്യൂ വീഡിയോ, അങ്ങനെയുള്ള സാധാരണ ഫീച്ചേഴ്സ്, കിട്ടാവുന്ന ഫീച്ചേഴ്സ്, കിട്ടുന്ന ഫീച്ചേഴ്സ്, ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. ആൻഡ് ഐക്യൂയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിവോയുടെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് കൂടെ തന്നെ വരാം സർവീസ് സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ വിവോൻ്റെ ചെന്നാൽ മതി. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം വിവോൻ്റെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്കെന്താ ഒരു വിവോ ടച്ച് വരും, അതായത് അത്യാവശ്യം നല്ല ക്യാമറ ചെയ്യുന്നുണ്ട്. പക്ഷേ വിവോ ഫോണിൽ നമുക്ക് പെർഫോമൻസ് കിട്ടാറില്ല. IQ ഫോൺസിൽ നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ നല്ല ഫോണാണ്, ഉറപ്പിച്ച് പറയാം. ഇതിൻ്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ IQ ഇത്രയും കാലത്തെ ആ ഒരു ഉണ്ടാക്കി വന്ന അവരുടെ ബ്രാൻഡ് വാല്യൂ ആപ്പിളിനെ പോലെ അതെല്ലാം പറയുന്നത്. പക്ഷേ അവരുണ്ടാക്കി വന്ന അവരുടേതായ ഒരു സാമ്രാജ്യമുണ്ട്, അതായത് പെർഫോമൻസ് വിത്ത് അത്യാവശ്യം നല്ല ക്യാമറ എക്സ്പീരിയൻസ് ആൻഡ് സോഫ്റ്റ്വെയർ വലിയ വെറുപ്പിക്കലൊന്നുമില്ല, കുറച്ച് പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ ഓവറോൾ നല്ല ഫോണാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ബെല്ലേക്ക് നോർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ പറയുന്ന അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.